അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഏറെ പരിമിതികളുണ്ടായിരുന്ന മൗക്കോട് ഗവൺമെൻറ് LP സ്കൂളിന് പുതിയ കെട്ടിടം. പൂർത്തിയായ കെട്ടിടം നാടിനും നാട്ടുകാർക്കും ഏറെ പ്രതീക്ഷ നൽകുകയാണ്. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം M. രാജഗോപാലൻ MLA ആണ് നിർവഹിച്ചത്. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ. വെസ്റ്റളരി പഞ്ചായത്തിലെ മൗക്കോട് ഗവൺമെന്റ് LP സ്കൂളിന്റെ കെട്ടിടം M. രാജഗോപാലൻ MLA സ്കൂളിന് സമർപ്പിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് ഗ്രാമീണ മേഖലയിൽ കൂടുതൽ പ്രാധാന്യം നൽകി അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് MLA പറഞ്ഞു. ഇവിടെ ലഭ്യമായിട്ടുള്ളത് ജില്ലാ ഡെവലപ്മെന്റ് പാക്കേജാണ്, കാസർഗോഡ് വികസന പാക്കേജാണ്. ആ വികസന പാക്കേജ് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ MLA-മാരുടെ കൂടി ശുപാർശ അതിന് വേണം. ഇപ്പോഴാണ് MLA-മാർ കൂടി അതിനകത്ത് കമ്മിറ്റി അംഗങ്ങളായിട്ട് സർക്കാർ അതിൻ്റെ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. തൊട്ടടുത്ത കുന്നുകൈ സ്കൂളിൽ ഇപ്പോൾ മിനിയാന്നാമത്തെ കമ്മിറ്റി 1 കോടി കലാകൃഷ്ണൻ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ നമ്മുടെ മലയോര പ്രദേശങ്ങളിൽ ഇന്നിപ്പോൾ ഞാൻ ഇടയത്തട്ട് ഗവൺമെൻറ് കോളേജിൽ ഇതൊരു പരിപാടി പങ്കെടുത്തിട്ടാണ് വരുന്നത്. സംസ്ഥാന ബഡ്ജറ്റിൽ തന്നെ കോളേജ് റോഡിനവിടെ 2 കോടി രൂപ ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ അനുവദിച്ചു. അപ്പോൾ പൊതുവെ മലയോര പ്രദേശത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യമെല്ലാം തന്നെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ ഈ കാലയളവിൽ കഴിയുന്നുണ്ട്. അത്തരം വികസന സംരംഭങ്ങൾക്ക് ഇവിടെ മെച്ചം പറഞ്ഞതുപോലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിജയരഹസ്യം. വരും നാളുകളിൽ നമുക്ക് നന്നായി വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയണം. 2020-21 വർഷം കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് 98 ലക്ഷം രൂപ ചെലവിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ വെസ്റ്റളേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഇനിയും നല്ല രീതിയിൽ അവരുടെ പഠന മികവുകളെല്ലാം നന്നാക്കിക്കൊണ്ട് നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ വേണ്ടി നമുക്ക് കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഈ കെട്ടിടത്തിന് നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിലെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോഴും നമ്മുടെ അച്യുതൻ മാഷ് 2-3 കാര്യങ്ങളും സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വഴിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എൻ്റെതായ ഭരണസമിതി അടക്കം ഞാൻ നിർദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. സ്കൂൾ ഹെഡ് മാസ്റ്റർ KP അച്യുതൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. 2020-21 വർഷം കാസർഗോഡ് വികസന പാക്കേജിൽ പെടുത്തി നിർമ്മിച്ച 3 ക്ലാസ് മുറികളും അതുപോലെ ടോയ്ലറ്റ് ബ്ലോക്കുമുള്ള കെട്ടിടമാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇതിന് പണി കഴിഞ്ഞ 2023 മാർച്ചിൽ തന്നെ പൂർത്തിയാക്കിയിരുന്നു. പലവിധ കാരണങ്ങളാൽ ഉദ്ഘാടനം വൈകിയായിരുന്നു. നമ്മുടെ പുതിയ ബിൽഡിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള 3 ക്ലാസ് മുറികളാണ്. ഓരോ ക്ലാസ്സിലും 4 ഫാൻ വീതം, അതുപോലെ ആവശ്യത്തിന് ലൈറ്റ്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള 3 ക്ലാസ് മുറികളാണ് നിർമ്മിച്ചത്. LP സ്കൂളായി തന്നെ നിലനിൽക്കുന്നു എന്നത് ഞങ്ങളെ സംബന്ധിച്ചോളം, ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറെ വിഷമുള്ള കാര്യമാണ്. അത് സർക്കാർ തലത്തിൽ സ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ആദ്യ പരിഗണന നമ്മുടെ സ്കൂളിന് ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതിനുള്ള നിവേദനങ്ങൾ നമ്മുടെ MLA-ക്കുമൊക്കെ നൽകിയിട്ടുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ MLA-യുടെ ഭാഗത്തുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ M. മനോജ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KDP കാസർഗോഡ് സ്പെഷ്യൽ ഓഫീസർ V. ചന്ദ്രൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PC ഇസ്മായിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK തങ്കച്ചൻ, പഞ്ചായത്ത് അംഗം MV ലീജന, ചിറ്റാരിക്കൽ AEO MD ഉഷാകുമാരി, ചിറ്റാരിക്കൽ BPC PV ഉണ്ണിരാജൻ, PTA പ്രസിഡന്റ് ഉമ്മർ മൗലവി, SMC ചെയർമാൻ PP രവീന്ദ്രൻ, മദർ PTA പ്രസിഡന്റ് K. സംഗീത, KV ഇബ്രാഹിംകുട്ടി, PV അനു, PK അബ്ദുൽ കരീം മൗലവി, ഷാജി അറയ്ക്കക്കാലായൽ, MS ഷറഫുദ്ദീൻ, സീനിയർ അസിസ്റ്റന്റ് K. മിനി, M. അബൂബക്കർ,
മുൻ ഹെഡ്മാസ്റ്റർമാരായ KV മോഹനൻ, MV വിജയൻ, P പത്മനാഭൻ, സ്കൂൾ ലീഡർ K നന്ദകിഷോർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. M രാജഗോപാലൻ MLA, കെട്ടിടം നിർമ്മിച്ച കോൺട്രാക്ടർ, അറബിക് പരീക്ഷയിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥിനി എന്നിവരെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു. ഉദ്ഘാടന ചടങ്ങിലെത്തിയവരെ സ്വീകരിച്ച് സ്കൂൾ അധ്യാപകർ ചേർന്നുള്ള സ്വാഗതഗാനം പ്രത്യേക ശ്രദ്ധയാകർഷിച്ചു. ആദ്യാക്ഷരീ മന്ത്രധ്വനികളാൽ മുഖരിതമാകുമീ ഭുവനം, ആദിയുഷസ്സിൻ സപ്തസ്വരങ്ങളാൽ സംഗീതമഴയായി പ്രപഞ്ചമുണരവേ, അറിവിന്നാദ്യാക്ഷരങ്ങൾ കുറിക്കുമി വിദ്യാലയം തിരുനടയിലായെത്തിയ സഹജരേ സ്വാഗതം 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 സുസ്വാഗതം. സ്വാഗതം ഓതുന്നു ഞങ്ങൾ അക്ഷരപ്പൂമരച്ചുട്ടിരുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുൻതൂക്കം നൽകി കെട്ടിടം ഒരുങ്ങിയതോടെ സ്കൂൾ UP സ്കൂളായി അപ്ഗ്രേഡ് ചെയ്യണമെന്ന ആവശ്യമാണ് ഇനി പരിഗണിക്കപ്പെടേണ്ടത്. പുതുവർഷത്തിൽ പുത്തൻ ഓഫറുകളുമായി നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ. അഴകിന്റെ ഉടയാടകൾക്ക് നീലിയത്ത് സിൽക്സിൽ സ്റ്റോക്കെടുപ്പിന്റെ ഡിസ്കൗണ്ട് സെയിൽ. എല്ലാവിധ തുണിത്തരങ്ങൾക്കും 10 മുതൽ 50% വരെ വിലക്കുറവ്. ഗുണമേന്മയുള്ള വൈവിധ്യ വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ മെഗാമേളയിലേക്ക് സ്വാഗതം. നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ. കുട്ടികളുടെ ലെഗിൻസ്, ഷോർട്ട്, ടോപ്പ്, സാരി, ഷോൾ, ഷർട്ട് എന്നിവയ്ക്ക് ഒന്നിനൊപ്പം മറ്റൊന്ന് സൗജന്യം. 169 രൂപ മുതൽ ബെഡ്ഷീറ്റ്, 100 രൂപയ്ക്ക് 4 ഫ്ലോർ മാറ്റ്. ആനുകൂല്യ വിൽപ്പനയുടെ സുവർണാവസരം ജനുവരി 24 മുതൽ. സന്ദർശിക്കുക നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ.